Hi all, welcome back to another session of Geotechnical Engineering. കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളായിട്ട് നമ്മൾ മൊഡ്യൂൾ 3 ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൊഡ്യൂൾ 3യുടെ ഫസ്റ്റ് പോർഷനിൽ നമ്മൾ സോയിൽ എക്സ്പ്ലോറേഷനെ കുറിച്ച് പഠിച്ചു. സെക്കൻഡ് പോർഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് വന്നിരുന്നത് ബിയറിംഗ് കപ്പാസിറ്റിയെ കുറിച്ചായിരുന്നു. സോ ഇന്ന് നമ്മുടെ മൊഡ്യൂൾ 3യിലെ ലാസ്റ്റ് സെഷൻ ആണ്. ബിയറിംഗ് കപ്പാസിറ്റി നമ്മൾ ഇതുവരെ പഠിച്ചത് എന്താണ് ബിയറിംഗ് കപ്പാസിറ്റിന്റെ സർട്ടൻ ഡെഫിനിഷൻസ്, ദെൻ ബിയറിംഗ് കപ്പാസിറ്റിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ടെർസാഗിയുടെ അനാലിസിസ്, ആ ടെർസാഗീസ് ഇക്വേഷൻ, പിന്നെ ടെർസാഗീസ് ഇക്വേഷനിൽ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് വാട്ടർ ടേബിളിന്റെ എഫക്ട് കൊണ്ട് എന്തൊക്കെ മാറ്റങ്ങൾ വരാം. ഇത്രയും കാര്യങ്ങളാണ് ബിയറിംഗ് കപ്പാസിറ്റി എന്ന പോർഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്ന് ഈ മൊഡ്യൂളിലെ ലാസ്റ്റ് പാർട്ടായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ എക്സ്പെരിമെന്റൽ ആയിട്ട് സൈറ്റിൽ എങ്ങനെ ബിയറിംഗ് കപ്പാസിറ്റി കണ്ടുപിടിക്കാം എന്നതിനെ കുറിച്ചാണ്. അതിനൊരു ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റിന്റെ പേരാണ് പ്ലേറ്റ് ലോഡ് ടെസ്റ്റ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പ്ലേറ്റ് ലോഡ് ടെസ്റ്റ് ആണ്. ലെറ്റ് us start with the apparatus for plate load test. So plate load test എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ it is to determine the allowable bearing pressure of the soil at the site. So സൈറ്റ് കണ്ടീഷൻസിൽ നമ്മൾ ഈ ടെസ്റ്റ് നടത്തി നമുക്ക് അവസാനം കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ആ സൈറ്റിൽ നമ്മൾ ഫൗണ്ടേഷൻ ഭാവിയിൽ കൺസ്ട്രക്ട് ചെയ്ത് കഴിയുമ്പോൾ ആ ഫൗണ്ടേഷനിൽ നിന്ന് എത്ര ലോഡഡ് സോയിലിന് താങ്ങാൻ പറ്റും എന്നതിന്റെ എമൗണ്ട്, ദാറ്റ് ഈസ് അലൗവബിൾ ബിയറിംഗ് പ്രഷർ, അത് നമുക്ക് ഈ എക്സ്പെരിമെന്റ് വഴി കണ്ടുപിടിക്കാൻ പറ്റും. സോ ഒരു ടെസ്റ്റ് സെറ്റപ്പ് ഉണ്ട് ഇതിന്. ആക്ച്വലി അപ്പാരറ്റസ് എന്ന് പറയുന്നതിനേക്കാളും ഒരു ടെസ്റ്റ് സെറ്റപ്പ് ആണ്. ആ സെറ്റപ്പിന്റെ ഡയഗ്രാം ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്ത് ഞാൻ നിങ്ങളെ ഒന്ന് ഷെയർ ചെയ്യാണ്. ഇതാണ് ആ ടെസ്റ്റ് ലേ ഔട്ട് എന്ന് പറയുന്നത്. സോ ആക്ച്വലി നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ ഒരു പിറ്റ് ഉണ്ട്, കാണാമല്ലോ. ഇതൊരു പിറ്റാണ്. ഈ പിറ്റിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ 5 times BP ഇൻറ്റു DF എന്ന് പറഞ്ഞ സൈസിലുള്ള ഇത്രയും ഡെപ്തും ഇത്രയും വിഡ്ത്തും ഉള്ള ഒരു പിറ്റ് ഉണ്ട്. ആ പിറ്റിന്റെ നടുക്ക് ഒരു ഹോള് കുഴിച്ചിട്ടുണ്ട്. ആ ഹോളിൽ ഒരു പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. ഓക്കെ, ആ പ്ലേറ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റീൽ പ്ലേറ്റ് ആണ്. സ്റ്റീൽ പ്ലേറ്റ് നമ്മൾ യൂഷ്വൽ ആയിട്ട് ഉപയോഗിക്കുന്ന സൈസ് എന്ന് പറഞ്ഞാൽ 0.3 മീറ്റർ ഇൻറ്റു 0.3 മീറ്റർ, അതായത് 30 സെന്റിമീറ്റർ ഒരടീന്റെ ഒരു സ്ക്വയർ പ്ലേറ്റ് ആണ് യൂഷ്വലി ഉപയോഗിക്കുക. അത് 25 മില്ലിമീറ്റർ തിക്നെസ് ഉള്ളതായിരിക്കും. 0.3 ഇൻറ്റു 0.3 മീറ്റർ ഉള്ള ഒരു സ്റ്റീൽ പ്ലേറ്റ്, അതിന്റെ തിക്നെസ് 25 mm. ഇതാണ് നമ്മൾ യൂഷ്വൽ ആയിട്ട് ഉപയോഗിക്കുക. ഈ സ്ക്വയർ പ്ലേറ്റിന് പകരം ചില സമയത്ത് നമുക്ക് സർക്കുലർ പ്ലേറ്റ് ഉപയോഗിക്കാറുണ്ട്. ഇനി മാക്സിമം ആയിട്ട് 0.6 ഇൻറ്റു 0.6 മീറ്റർ ഇൻറ്റു 0.6 മീറ്റർ സൈസിലുള്ള ലാർജ് പ്ലേറ്റ്സും ഈ ടെസ്റ്റിന് ഉപയോഗിക്കാറുണ്ട്. സോ നമ്മൾ സൈറ്റിൽ പോയിട്ട് ഒരു കുഴി കുഴിച്ചിട്ട് ആ കുഴിയുടെ നടുക്ക് ഒരു ചെറിയ കുഴി വേറെ കുഴിക്കും. ആ കുഴിയിൽ ഈ പറഞ്ഞ പ്ലേറ്റ് ഇറക്കി വെക്കും. എന്നിട്ട് ഒരു ഹൈഡ്രോളിക് ജാക്ക് ഉപയോഗിച്ച് ലോഡ് അപ്ലൈ ചെയ്യും. ഇവിടെ കാണാം, ഇതാണ് ഹൈഡ്രോളിക് ജാക്ക്. അത് ഉപയോഗിച്ച് ലോഡ് അപ്ലൈ ചെയ്യുന്നു. ലോഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ റിയാക്ഷൻ എടുക്കാൻ വേണ്ടി ഒരു റിയാക്ഷൻ ബീമും വെച്ചിട്ടുണ്ട്. ആ റിയാക്ഷൻ ബീമിനെ സപ്പോർട്ട് ചെയ്യാൻ 2 ആങ്കർ പൈൽസ് 2 സൈഡിലും വെച്ചിട്ടുണ്ട്. ഇതാണ് ടെസ്റ്റ് സെറ്റപ്പ്. സോ ടെസ്റ്റ് സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്ലേറ്റ് ഉണ്ട്. ആ പ്ലേറ്റിന്റെ സൈസ് 0.3 ഇൻറ്റു 0.3 സ്ക്വയർ പ്ലേറ്റ് ആണ് യൂഷ്വലി 25 mm തേക്ക്. ചില കേസിൽ സർക്കുലർ പ്ലേറ്റും അല്ലെങ്കിൽ 0.6 ഇൻറ്റു 0.6 വലിപ്പമുള്ള ലാർജ് പ്ലേറ്റ്സ് ഉപയോഗിക്കാറുണ്ട്. ഇനി ഈ പ്ലേറ്റിലോട്ട് നമ്മൾ ഹൈഡ്രോളിക് ജാക്ക് വഴി ലോഡ് അപ്ലൈ ചെയ്യുന്നു. ആ ലോഡിന്റെ റിയാക്ഷൻ എടുക്കുന്നത് ഒരു റിയാക്ഷൻ ബീമാണ്. അതിനെ സപ്പോർട്ട് ചെയ്യാൻ 2 ആങ്കർ പൈലുണ്ട്. ഇത് കൂടാതെ നമ്മളൊരു ഡയൽ ഗേജോടെ ഫിക്സ് ചെയ്യും. എന്തിനാന്ന് വെച്ചാൽ സെറ്റിൽമെന്റ് മെഷർ ചെയ്യാൻ. ലോഡ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എത്ര സെറ്റിൽമെന്റ് നടക്കുന്നു എന്ന് മെഷർ ചെയ്യാൻ ഒരു ഡയൽ ഗേജും കൂടെ വെക്കും. ഇതാണ് അപ്പാരറ്റസ് എന്ന് പറയുന്നത്. സോ ഈ ലേ ഔട്ട് വരയ്ക്കാൻ നിങ്ങൾ അറിഞ്ഞിരിക്കുക. സോ പ്ലേറ്റ് ലോഡ് ടെസ്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ഈ ലേ ഔട്ട് വരച്ചിട്ടുണ്ടാവണം. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ പതുക്കെ എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുക, ടെസ്റ്റ് പ്രൊസീജിയർ എന്താണെന്നൊന്ന് നോക്കാം. ഓക്കെ, സോ ഏകദേശം ഞാനിപ്പോ വളരെ ഷോർട്ടായിട്ട് ആ പ്രൊസീജിയർ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എങ്ങനെയൊക്കെയാണ് ആ പിറ്റിന്റെ കാര്യവും ഹൈഡ്രോളിക് ജാക്ക് വഴി ലോഡ് അപ്ലൈ ചെയ്യുന്നു എന്നൊക്കെ പറയും. കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ആ പ്രൊസീജിയർ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ സൈറ്റിൽ പോകുന്നു. സൈറ്റിൽ പോയിട്ട് ഒരു കുഴി എടുക്കുന്നു. ഓക്കെ, ആ കുഴി എന്ന് പറഞ്ഞാൽ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ഒരു കുഴിയാണ്. ആ കുഴീന്റെ വലിപ്പം 5 BP ഇൻറ്റു 5 BP. BP എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, ഒരു പ്ലേറ്റ് ഉപയോഗിച്ചാണ് പ്ലേറ്റ് ലോഡ് ടെസ്റ്റ് ചെയ്യുക. ആ പ്ലേറ്റിന്റെ വിഡ്ത്ത് ആണ് BP എന്ന് പറഞ്ഞാൽ. നേരത്തെ പറഞ്ഞല്ലോ 0.3 മീറ്റർ ഇൻറ്റു 0.3 മീറ്റർ എന്ന് പറഞ്ഞാൽ 0.3 ആണ് അതിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് അല്ലേ. സോ 5 BP എന്ന് പറഞ്ഞാൽ 5 times width ഓഫ് ദ ബേസ് പ്ലേറ്റ്. സോ ആ ഒരു സൈസിലുള്ള ഒരു കുഴിയാണ് നമ്മൾ സോയിലിൽ എടുക്കുക. അതിന്റെ ഡെപ്ത് എന്ന് പറയുന്നത് നാളെ നമ്മൾ അതിനകത്ത് ഫൗണ്ടേഷൻ ഉണ്ടാക്കുമ്പോൾ ആ ഫൗണ്ടേഷന്റെ ഡെപ്ത് നമ്മൾ എത്രയാണോ കണക്കാക്കിയിരിക്കുന്നത് ആ ഡെപ്തിലായിരിക്കും ഈ കുഴി എടുക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ സൈറ്റ് എന്ന് വിചാരിക്കുക. ആ സൈറ്റിൽ നമ്മളൊരു കുഴി എക്സ്കവേറ്റ് ചെയ്യുന്നു. ഓക്കെ, ആ സൈറ്റിൽ നമ്മളൊരു കുഴി എക്സ്കവേറ്റ് ചെയ്യുന്നു. ആ കുഴീന്റെ വലിപ്പം എന്ന് പറയുന്നത്
ഡെപ്ത് ഓഫ് ഫൂട്ടിംഗ് ആണ്. നമ്മൾ എത്രയാണോ ഭാവിയിൽ എക്സ്പെക്ട് ചെയ്യുന്ന ഫൂട്ടിംഗ് ഡെപ്ത്, ആ ഡെപ്തിലാണ് നമ്മൾ ആ കുഴി എടുക്കുക. ആ കുഴിയുടെ വിഡ്ത്ത് അല്ലെങ്കിൽ വിഡ്ത്തുമുണ്ട്, അതുപോലെ ക്രോസ് സെക്ഷൻ. ഓൾ ക്രോസ് സെക്ഷൻ ഡയമെൻഷൻസ് എന്ന് പറയുന്നത് 5 BP ആണ്, സ്ക്വയർ ആണ് അല്ലേ. സോ ഇതിന്റെ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് 5 BP × 5 BP ഒരു സ്ക്വയർ ആണ്. അങ്ങനെ ഒരു കുഴി എടുക്കുന്നു. മനസ്സിലായല്ലോ? ഇനി എന്താ ചെയ്യാന്ന് വെച്ചാല്, ഈ കുഴിയുടെ കൃത്യം നടുക്കിലായിട്ട് നമ്മളൊരു ചെറിയ കുഴി വേറെ എടുക്കുന്നു. സോ ഈ എൻറ്റയർ പിറ്റിന്റെ നടുക്ക് വേറൊരു ചെറിയ കുഴി എടുക്കുന്നു. ആ കുഴി അഗെയിൻ സ്ക്വയർ ആണ്, ബേസ്ഡ് ഓൺ ദ പ്ലേറ്റ് ആണോ. ഇപ്പൊ നമ്മൾ സ്ക്വയർ പ്ലേറ്റ് ആണ് കൺസിഡർ ചെയ്യുന്നത്. സോ ആ കുഴി ഒരു സ്ക്വയർ കുഴിയാണ്. അതിന്റെ BP × BP ആണ് സൈസ്. BP എന്ന് പറഞ്ഞാൽ എന്താ? വിഡ്ത്ത് ഓഫ് പ്ലേറ്റ്. ഓക്കെ, BP × BP ആണ് പ്ലേറ്റിന്റെ ആ കുഴിയുടെ വിഡ്ത്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് യു ഹാവ് ഡെപ്ത് എന്ന് പറയുന്നത് DP ആണെന്ന് വിചാരിക്കാം. സോ വാട്ട് വി ഹാവ് ഹിയർ ഈസ്, ഈ എൻറ്റയർ പിറ്റ് നമ്മൾ എടുത്തതിന്റെ കൃത്യം സെന്ററിലായിട്ട് നമ്മളൊരു കുഴി കുഴിക്കുന്നു. ഓക്കെ, ഈ എൻറ്റയർ പിറ്റിന്റെ സെന്ററിലായിട്ട് നമ്മൾ വേറൊരു കുഴി കുഴിക്കുന്നു. ആ കുഴിയുടെ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് BP ആണ്. സോ ഇത് BP ആണ്. BP എന്ന് പറഞ്ഞാൽ പ്ലേറ്റിന്റെ സൈസ് എത്രയാണോ ആ സൈസ് തന്നെ. അഗൈൻ ഡെപ്ത് എന്ന് പറയുന്നത് DP ആണ്. ഈ ഡെപ്ത് DP എന്ന് പറഞ്ഞ ഡെപ്ത് നമ്മളൊരു റിലേഷൻ വെച്ചാണ് കണ്ടുപിടിക്കുക. ഓക്കെ, ആ റിലേഷൻ എന്താന്ന് വെച്ചാൽ DP/BP is equal to DF/BF. ഓക്കെ, DP/BP is equal to DF/BF. ഇതിനകത്തുനിന്ന് DP എന്തായിരിക്കും? DP is nothing but DF/BF × BP. ഒരു പ്രൊപ്പോർഷണാലിറ്റി ഇക്വേഷൻ പോലെയാണ് DP/BP. DP എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡെപ്ത് ഓഫ് പ്ലേറ്റ് ഹോൾ, BP എന്ന് പറഞ്ഞാൽ വിഡ്ത്ത് ഓഫ് ദ പ്ലേറ്റ്, DF എന്ന് പറഞ്ഞാൽ ഡെപ്ത് ഓഫ് ദ പിറ്റ്. ഈ ടോട്ടൽ വലിയ പിറ്റ് ഇല്ലേ, അതിന്റെ ഡെപ്ത് ആണ് DF എന്ന് പറയുന്നത്. BF എന്ന് പറഞ്ഞാൽ വിഡ്ത്ത് ഓഫ് ദ പിറ്റ്. ഓക്കെ, സോ ഈ 4 വാല്യൂസ് ഉപയോഗിച്ചാണ് നമ്മൾ DP കണ്ടുപിടിക്കാൻ പോകുന്നത്. DP എന്ന് വെച്ചാൽ നമ്മൾ കുഴിക്കാൻ പോകുന്ന സെൻട്രൽ ഹോളിന്റെ ഡെപ്ത് ആണ്. അത് കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഡെപ്ത് ഓഫ് ദ പിറ്റ്. സോ വലിയ പിറ്റ് നമ്മൾ ആദ്യം കുഴിച്ചു, ആ പിറ്റിന്റെ ഡെപ്ത് ആണ് DF എന്ന് പറയുന്നത്. നെക്സ്റ്റ് BF എന്ന് പറഞ്ഞാൽ ഈ വലിയ പിറ്റിന്റെ വിഡ്ത്ത്. ഓക്കെ, DF/BF അതാണ്. BP എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്ലേറ്റിന്റെ വിഡ്ത്ത് തന്നെയാണ്. സോ ദാറ്റ് ഈസ് ദ ഡെപ്ത് ഓഫ് ദ സെൻട്രൽ ഹോൾ. സോ സൈറ്റിൽ പോയിട്ട് നമ്മളൊരു വലിയ കുഴി എടുത്തു. ആ വലിയ കുഴിയുടെ നടുക്ക് ഈ പറഞ്ഞ ഡയമെൻഷനിൽ ഒരു ചെറിയ കുഴി എടുത്തു. ഇറ്റ് ഈസ് അഗെയിൻ എ സ്ക്വയർ ഹോൾ. ഓക്കെ, ഇനി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ പ്ലേറ്റ് ആ കുഴിക്കകത്ത് വെക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, പ്ലേറ്റ് ലോഡ് ടെസ്റ്റിൽ ഒരു പ്ലേറ്റ് ഉപയോഗിക്കുന്നുണ്ട്. സൈസ് 0.3 × 0.3 ആയിരിക്കും യൂഷ്വലി. ആ പ്ലേറ്റ് നമ്മൾ ഈ ഒരു കുഴിക്കകത്ത് വെക്കുന്നു. ഓക്കെ, നമ്മൾ കുഴിച്ചെടുത്ത സെൻട്രൽ ഹോളിൽ നമ്മുടെ പ്ലേറ്റ് വെക്കുന്നു. ആ പ്ലേറ്റ് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഇതിന്റെ മുകളിൽ ലോഡ് ചെയ്യാൻ വേണ്ടി ഒരു ഹൈഡ്രോളിക് ജാക്ക് ഉപയോഗിക്കും. ഹൈഡ്രോളിക് ജാക്കാണ് ഇത്. ആ ഹൈഡ്രോളിക് ജാക്കിൽ നിന്ന് ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്ന മെക്കാനിസം ആണിത്. സോ ഈ ഹൈഡ്രോളിക് ജാക്ക് വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ പ്ലേറ്റിലോട്ട് ലോഡ് അപ്ലൈ ചെയ്യുക. സോ ഈ ഹൈഡ്രോളിക് ജാക്കിൽ നിന്ന് പ്ലേറ്റിലോട്ട് ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ റിയാക്ഷൻ എടുക്കാൻ there is another beam that we place over this one. Okay, so the reaction to the jack is provided by a reaction beam. Okay, ഈ ജാക്കിന്റെ റിയാക്ഷൻ എടുക്കാൻ വേണ്ടി ഒരു റിയാക്ഷൻ ബീം നമ്മൾ കൊടുക്കുന്നു. ആ റിയാക്ഷൻ ബീം ഇവിടെ കാണാം. അതിനെ സപ്പോർട്ട് ചെയ്യാൻ 2 ആങ്കർ പൈൽസും വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ പ്ലേറ്റ് ഉണ്ട്. ആ പ്ലേറ്റിന്റെ മുകളിൽ ലോഡ് അപ്ലൈ ചെയ്യുന്ന ഒരു ഹൈഡ്രോളിക് ജാക്ക് വഴിയാണ് ആ ജാക്കിന് വരുന്ന റിയാക്ഷൻ കൊടുക്കാൻ എന്ത് കൊടുക്കുന്നു, ഒരു റിയാക്ഷൻ ബീം അതിന്റെ മുകളിൽ വെക്കുന്നു. അതിന്റെ ആങ്കർ പൈൽ വെച്ച് സപ്പോർട്ട് ചെയ്യുന്നു. ഇനി ചില കേസിൽ ഈ റിയാക്ഷൻ ബീമിന് പകരം നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഒരു പ്ലാറ്റ്ഫോം വെച്ചിട്ട് അതിന്റെ മുകളിൽ വെയിറ്റ് വെക്കും. യൂഷ്വലി ചാക്കിൽ മണലൊക്കെ നിറച്ചിട്ട് സാൻഡ് ബാഗ്സ് ഒക്കെ വെച്ചിട്ട് റിയാക്ഷൻ കൊടുക്കാറുണ്ട്. അങ്ങനെ വെക്കുന്നതിന് നെറ്റ് ലഡ്ജ് എന്ന് വിളിക്കും, കെൻ ലഡ്ജ് എന്ന് വിളിക്കും. എന്ന് വെച്ചാൽ നമ്മളീ പറഞ്ഞ റിയാക്ഷൻ ബീമിന് പകരം ഒരു പ്ലാറ്റ്ഫോമിന്റെ മുകളിൽ മണൽച്ചാക്കൊക്കെ വെക്കുന്ന പോലെ എന്തെങ്കിലും ഒരു ലോഡിംഗ് പ്ലാറ്റ്ഫോം വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിൽ നമുക്ക് റിയാക്ഷൻ കൊടുക്കാൻ പറ്റും. അങ്ങനെ 2 രീതിയിൽ വെക്കാറുണ്ട്. ഇപ്പൊ ഈ ഇമേജിൽ കാണിച്ചിരിക്കുന്ന ഒരു റിയാക്ഷൻ ബീം സെറ്റപ്പ് ആണ്. ഓക്കെ, സോ റിയാക്ഷൻ ബീം എന്തിനാണ്? ഈ ഹൈഡ്രോളിക് ജാക്ക് ലോഡ് അപ്ലൈ ചെയ്ത് വരുമ്പോൾ വേണ്ട റിയാക്ഷൻ കൊടുക്കാൻ വേണ്ടിയാണ് റിയാക്ഷൻ ബീം കൊടുക്കുക. അതിനെ സപ്പോർട്ട് ചെയ്യാൻ 2 സൈഡിൽ നിന്നും ഓരോ ആങ്കർ പൈൽസും വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ലോഡ് ചെയ്യുന്നു അല്ലെ. ലോഡ് ചെയ്യുന്നതിന് സ്റ്റാർട്ടിങ്ങിലെ ലോഡ് എന്ന് പറഞ്ഞാൽ സീറ്റിംഗ് ലോഡാണ്. യൂഷ്വലി നമ്മൾ മണ്ണൊക്കെ എടുത്ത് കഴിയുമ്പോൾ ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടാവും. അതിനെ ഒന്ന് നോർമൽ ആക്കാൻ വേണ്ടി
ഒരു സ്റ്റാർട്ടിംഗ് ലോഡ്, അതിനെയാണ് നമ്മൾ സീറ്റിംഗ് ലോഡ് എന്ന് വിളിക്കുക. ആ പ്രഷർ 7 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. നമ്മൾ ജാക്കിൽ നിന്ന് 7 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ സെറ്റ് ചെയ്ത് കുറച്ച് സമയം ആ ലോഡ് കൊടുത്തതിന് ശേഷം ആ ലോഡ് റിമൂവ് ചെയ്ത് കളയും, അതായത് റിലീസ് ചെയ്യും. ഓക്കെ, മനസ്സിലായോ? ഒരു ഫസ്റ്റ് ഇനീഷ്യൽ ലോഡ് നമ്മൾ കൊടുക്കുന്നുണ്ട്, അതിനെയാണ് സീറ്റിംഗ് ലോഡ് എന്ന് പറയുക. അതിന്റെ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് 7 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ആ ലോഡ് കുറച്ച് നേരത്തേക്ക് കൊടുക്കുന്നു, എന്നിട്ട് റിലീസ് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം നമ്മൾ ലോഡ് പതുക്കെ പതുക്കെ ഇൻക്രിമെന്റ് ചെയ്ത് കൊടുക്കും. അതായത് ഈ ഹൈഡ്രോളിക് ജാക്ക് എന്ന് പറഞ്ഞാൽ ഹൈഡ്രോളിക്കലി കൺട്രോൾഡ്, അതിലൊരു പമ്പ് ഉണ്ട്. ആ പമ്പിൽ നമ്മൾ തിരിക്കുന്നതിനനുസരിച്ച് നമുക്ക് ഇതിന്റെ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സോ ഒരു റേറ്റ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഇറ്റ് ഇൻ സച്ച് എ വേ ദാറ്റ് ലോഡ്സ് അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ എസ്റ്റിമേറ്റഡ് സേഫ് ലോഡ്, സോ അതിന് താങ്ങാൻ പറ്റുന്ന സേഫ് ലോഡിന് 20% വരുന്ന രീതിയിൽ നമുക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടാവും. അതിന്റെ 20% ആണ് ഓരോ ഇൻക്രിമെന്റ്. ഇപ്പൊ 100 ആണെങ്കിൽ 20 കിലോ ന്യൂട്ടൺ വെച്ച് ഇൻക്രീസ് ചെയ്യുന്ന പോലെയാണ് നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുക, സേഫ് ലോഡ് ആണെങ്കിൽ. ഇനി അൾട്ടിമേറ്റ് ലോഡ് ആണെങ്കിൽ ആ അൾട്ടിമേറ്റ് ലോഡിന്റെ 1/10. ഇപ്പം 100 കിലോ ന്യൂട്ടൺ ആണ് അൾട്ടിമേറ്റ് ലോഡ് ആണെങ്കിൽ 10 കിലോ ന്യൂട്ടൺ ഇടും. ആദ്യം 10, പിന്നെ 20, 30, 40 അങ്ങനെ ലോഡ് ഇൻക്രിമെന്റ് ചെയ്ത് കൊടുക്കും. ഇനി സേഫ് ലോഡ് ആണ് 100 എങ്കിൽ 20, 40, 60 അങ്ങനെ ലോഡ് ഇൻക്രിമെന്റ് ചെയ്ത് കൊടുക്കും. മനസ്സിലായോ? സോ ആദ്യം ഒരു സീറ്റിംഗ് ലോഡ് അപ്ലൈ ചെയ്യുന്നു, സീറ്റിംഗ് ലോഡ് അപ്ലൈ ചെയ്ത് സീറ്റിംഗ് ലോഡ് റിമൂവ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ലോഡ് ചെറിയ ചെറിയ ഇന്റർവെൽസിലായിട്ട് ഹൈഡ്രോളിക് ജാക്ക് വഴി അപ്ലൈ ചെയ്യുന്നു. ഹൈഡ്രോളിക് ജാക്ക് വഴി അപ്ലൈ ചെയ്യുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്ന സേഫ് ലോഡിന്റെ 20% വരുന്ന രീതിയിലാണ് അപ്ലൈ ചെയ്യുക. സേഫ് ലോഡ് അല്ല, അൾട്ടിമേറ്റ് ലോഡ് ആണെങ്കിൽ അതിന്റെ 1/10 ആയിരിക്കും നമ്മൾ അപ്ലൈ ചെയ്യുക. ഇങ്ങനെയാണ് ലോഡ് അപ്ലൈ ചെയ്യുക. ഈ ലോഡ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമ്മൾ കാണാം, നിങ്ങൾക്ക് ഇമേജ് കാണാം, ഒരു ഡയൽ ഗേജ് വെച്ചിട്ടുണ്ടാവും. സോ ആ ഡയൽ ഗേജ് ഈ അപ്ലൈ ചെയ്യുന്ന ലോഡ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ സെറ്റിൽമെന്റ് ഉണ്ടാവുമല്ലോ, ആ സെറ്റിൽമെന്റ് മെഷർ ചെയ്യാനാണ് ഡയൽ ഗേജ് വെക്കുക. ഓക്കെ, സോ നമുക്ക് ലോഡ് അറിയാം, ആ ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെറ്റിൽമെന്റ് നമ്മൾ സർട്ടൺ ടൈം ഇന്റർവെൽസിൽ എടുക്കും. മനസ്സിലായോ? സോ സീറ്റിംഗ് ലോഡ് അപ്ലൈ ചെയ്തു, ആ ലോഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് പല ഇന്റർവെൽസിലായിട്ട് നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ആ ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെറ്റിൽമെന്റ് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഡയൽ ഗേജ് എടുക്കുന്നു. സോ ലോഡ് ഇങ്ങനെ അപ്ലൈ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക, അതിനനുസരിച്ച് സെറ്റിൽമെന്റ് നടക്കുന്നുണ്ട്. സോ നമ്മൾ ഒരു സർട്ടൺ ടൈം ഇന്റർവെൽസിലാണ് ഈ സെറ്റിൽമെന്റ് മെഷർ ചെയ്യുക. ആ സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞാൽ 1 മിനിറ്റ് കഴിഞ്ഞിട്ട്, 5 മിനിറ്റ് കഴിഞ്ഞിട്ട്, 10 മിനിറ്റ് കഴിഞ്ഞിട്ട്, 20 മിനിറ്റ് കഴിഞ്ഞിട്ട്, 40 മിനിറ്റ് കഴിഞ്ഞിട്ട്, 60 മിനിറ്റ് കഴിഞ്ഞിട്ട്, ഇങ്ങനെ 60 മിനിറ്റ് വരെ ഈ പറഞ്ഞ ഇന്റർവെൽസിൽ എടുക്കുന്നു. അതിനുശേഷം ഓരോ മണിക്കൂറിലും, സോ 1 മണിക്കൂർ കഴിഞ്ഞു, അടുത്ത 2 മണിക്കൂറിലെടുത്തു, 3 മണിക്കൂറിലെടുത്തു, ഇങ്ങനെ ഓരോ മണിക്കൂറിലുമുള്ള സെറ്റിൽമെന്റ് വാല്യൂസ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുന്നു. സോ ലോഡ് നമുക്കറിയാം, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ പറഞ്ഞ ടൈം ഇന്റർവെല്ലിലുള്ള സെറ്റിൽമെന്റ് നമ്മൾ ഡയൽ ഗേജ് നോക്കി എടുക്കുന്നു. ഇത് എപ്പോൾ വരെ എടുക്കും? ഒന്നെങ്കിൽ നമ്മുടെ സോയിൽ ഫെയിൽ ആകുന്നു. സോയിൽ ഫെയിൽ ആകുക മീൻസ് നമ്മൾ ലോഡ് ചെയ്യുന്ന സാധനം പെട്ടെന്ന് ലോഡ് പുറകോട്ട് വന്നാൽ ഫെയിലർ ആണ്, അല്ലെ? നമ്മൾ ടെൻഷൻ ടെസ്റ്റ് ഒക്കെ ചെയ്യുന്ന പോലെ ലോഡ് എടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ലോഡ് തിരിച്ചു വരും. ആ സമയത്താണ് നമുക്ക് ഈ പറയുന്ന ഹൈഡ്രോളിക് ജാക്കിന്റെ കൺട്രോൾ മെക്കാനിസത്തിലും ഒരു ഡയലുണ്ട്. ആ ഡയലിൽ നിന്ന് തിരിച്ചു വരുന്ന കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ സെറ്റിൽമെന്റ് തിരിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. സോ ഫെയിലിയർ എന്ന് പറയുന്നത് ഒക്കർ ചെയ്യുന്നത് വരെ നമ്മൾ ഈ ഡയൽ ഗേജ് റീഡിങ് എടുത്തുകൊണ്ടിരിക്കുന്നു ഈ പറയുന്ന ഇന്റർവെല്ലിൽ. ഒന്നെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ സെറ്റിൽമെന്റ് 25 മില്ലിമീറ്റർ ആവുന്നവരെ. നമ്മൾ പറഞ്ഞിരുന്നു 2 ക്രൈറ്റീരിയ ഉണ്ട് എപ്പോഴും ബീറിംഗ് കപ്പാസിറ്റിയിൽ. ഒന്നാമത്തത് എന്ന് പറയുന്നത് സ്ട്രെങ്ത് ആണ്, അല്ലെ? ഷിയർ സ്ട്രെങ്ത് ആണ് ഫെയിലിയറിന്റെ ക്രൈറ്റീരിയ. ഷിയർ സ്ട്രെങ്ത്തും സെറ്റിൽമെന്റും ആണ്, അല്ലെ? സോ അതുപോലെ തന്നെ ഈ കേസിലും ഒന്നെങ്കിൽ നമ്മൾ ഈ സോയിൽ ഫെയിൽ ചെയ്യുന്നവരെ ടെസ്റ്റ് കണ്ടിന്യൂ ചെയ്തിട്ട് റീഡിങ് എടുക്കും, അല്ലെങ്കിൽ സെറ്റിൽമെന്റ് 25 mm ആകുന്നത് വരെ നമ്മൾ ഈ ടെസ്റ്റ് കണ്ടിന്യൂ ചെയ്യും. അപ്പൊ നമുക്ക് ലോഡും കിട്ടും, സെറ്റിൽമെന്റും കിട്ടും, അല്ലെ? ഈ ഒരു പെർട്ടിക്കുലർ ഇന്റർവെൽസിൽ ഇത്ര ലോഡിന് ഇത്ര സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞ് കിട്ടും. ആ ലോഡ് വേഴ്സസ് സെറ്റിൽമെന്റ് നമ്മൾ ഒരു കർവ് പ്ലോട്ട് ചെയ്യും. ഓക്കെ, ലോഡ് വേഴ്സസ് സെറ്റിൽമെന്റ് ഒരു കർവ് പ്ലോട്ട് ചെയ്യും. ഈ ലോഡ് സെറ്റിൽമെന്റ് കർവ് എന്ന് പറഞ്ഞാൽ 2 രീതിയിൽ വരയ്ക്കാറുണ്ട്. ഒന്നെങ്കിൽ 2 സൈഡ് ലോഗ് പ്ലോട്ട് ആവാം, അല്ലെങ്കിൽ നോർമൽ പ്ലോട്ട് ആവാം. ഞാനിവിടെ ഒരു നോർമൽ പ്ലോട്ട് കാണിച്ചു തരാം. പ്ലേറ്റ് ലോഡ് ടെസ്റ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ലോഡ് വേഴ്സസ് സെറ്റിൽമെന്റ്, അതായത് ലോഗ് സ്കെയിൽ അല്ലാതെ സാധാരണ സ്കെയിലിൽ വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കർവ് കിട്ടും. ഇതാണ് നമ്മുടെ ലോഡ് സെറ്റിൽമെന്റ് കർവ് എന്ന് പറയുന്നത്, ഈ ഡോട്ടഡ് ലൈൻ അല്ലാത്തത്. ഓക്കെ, ഇതാണ് ലോഡ് സെറ്റിൽമെന്റ് കർവ് എന്ന് പറയുന്നത്. ഈ ലോഡ് സെറ്റിൽമെന്റ് കർവിന്റെ ഈ ഒരു 2 കർവ് ഇങ്ങനെയല്ല പോകുന്നത്. അതിന്റെ ഈ ഒരു കർവിന്റെ ടാൻജന്റും ഈ ഒരു കർവിന്റെ ടാൻജന്റും വരച്ചാൽ അതിനൊരു മീറ്റിംഗ് പോയിന്റ് കിട്ടും. ഓക്കെ,
ഇതാണ് ലോഡ് സെറ്റിൽമെന്റ് കർവ്. ആ ലോഡ് സെറ്റിൽമെന്റ് കർവിന്റെ ആദ്യത്തെ കർവിന് ഞാനൊരു ടാൻജന്റ് വരയ്ക്കും, രണ്ടാമത്തെ കർവിന് ഞാൻ ഒരു ടാൻജന്റ് വരച്ചു. ആ രണ്ട് ടാൻജന്റ് ചെയ്യുന്ന മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലോഡ് വാല്യൂ ആണ് ഈ ഒരു പ്ലേറ്റിന്റെ, ഈ പ്ലേറ്റ് ലോഡ് ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ പ്ലേറ്റ് കൊണ്ടുണ്ടാവുന്ന അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി. സോ അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് സോയിൽ ഫെയിൽ ആവാതെ ആ പ്ലേറ്റിൽ കൂടെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ലോഡാണ് അല്ലേ. സോ ദാറ്റ് ഈസ് അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി ഓഫ് ദ പ്ലേറ്റ്. അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ഈ കർവ് വരച്ചതിന് ശേഷം നമ്മൾ ഈ രണ്ട് ടാൻജന്റ് വരച്ചു, അത് ജോയിൻ ചെയ്തു. ഇത് നോർമൽ പ്ലേറ്റിന്റെ സോറി നോർമൽ ഗ്രാഫിന്റെ, അതായത് ലോഗ് ഗ്രാഫ് അല്ലെങ്കിൽ. ഇനി ലോഗ് ഗ്രാഫ് ആണെങ്കിൽ അൾട്ടിമേറ്റ് ലോഡ് ഫോർ പ്ലേറ്റ് നമുക്ക് കിട്ടുക ഈ ഒരു കർവിൽ കറക്റ്റ് ബ്രേക്ക് ആയിരിക്കും. ലോഗ് ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഇതേപോലെ കർവ് ആയിരിക്കും, നമുക്ക് സ്ട്രേറ്റ് ലൈൻ പോലെ വന്നിട്ട് കറക്റ്റ് ഒരു ബെൻഡ് ആ കർവിന് കിട്ടും. ആ ബെൻഡിലായിരിക്കും ആക്ച്വലി അതിന്റെ അൾട്ടിമേറ്റ് ലോഡ് എന്ന് പറയുന്നത്. നമ്മുടെ നോർമൽ പ്ലോട്ട് ആണെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഈ ടാൻജന്റ് വരച്ച് അതിന്റെ ഇന്റർസെക്ഷനിലായിരിക്കും. ഇനി ഇത് രണ്ടുമല്ല, ഒരു വെൽ ഡിഫൈൻഡ് കിട്ടിയില്ലെങ്കിൽ യൂഷ്വലി നമ്മൾ ഇതിന്റെ സെറ്റിൽമെന്റ് വെച്ചിട്ടും നമ്മൾ കണ്ടുപിടിക്കാറ് ഉണ്ട്. ദിസ് ഈസ് ഹൗ വി ഫൈൻഡ് ദ അൾട്ടിമേറ്റ് ലോഡ് ഓഫ് പ്ലേറ്റ് ഫ്രം ദിസ് ഗ്രാഫ്. സോ നമുക്ക് പ്ലേറ്റിന്റെ അൾട്ടിമേറ്റ് ലോഡ് അല്ല ആവശ്യം അല്ലേ. ഈ ടെസ്റ്റ് ചെയ്യുന്നത് പ്ലേറ്റിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുന്ന ലോഡ് കണ്ടുപിടിക്കാൻ വേണ്ടി അല്ലല്ലോ. നമുക്ക് ഫൈനലി അറിയേണ്ടത് എന്താ, നാളെ ഈ ഒരു സൈറ്റിൽ ഈ ഒരു ഡെപ്തിൽ ഫൗണ്ടേഷൻ വന്നു കഴിയുമ്പോൾ ആ ഫൗണ്ടേഷനിൽ നിന്ന് എത്ര ലോഡ് സേഫ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഫൗണ്ടേഷനിൽ നിന്ന് താഴെ ഷിയർ ഫെയിലർ ആവുന്നത് വരെ എത്ര ലോഡ് അപ്ലൈ ചെയ്യാൻ പറ്റും. അതിനാണ് അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി ഓഫ് ഡ്യൂ ടു ഫൗണ്ടേഷൻ എന്ന് പറയാം അല്ലെ. അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, അത് ഫെയിൽ ആവുന്ന സമയത്ത് അതിനെടുക്കാൻ പറ്റുന്ന മാക്സിമം ലോഡാണ് അല്ലെ. സോ ആ ലോഡാണ് നമുക്ക് വേണ്ടത്. അല്ലാണ്ട് പ്ലേറ്റിൽ ലോഡ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ പ്ലേറ്റ് കൊണ്ട് സോയിൽ ഫെയിൽ ആവേണ്ടത് നമുക്ക് ആവശ്യമില്ല. ഫൂട്ടിങ് കൊണ്ട് അല്ലെങ്കിൽ ഫൂട്ടിങ്ങിൽ നിന്ന് ലോഡ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഫെയിൽ ആവാന്ന് നമുക്കറിയണ്ടേ. സോ അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ ഒരു വാല്യൂ QUP എന്നൊരു വാല്യൂ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതെങ്ങനെ ഉപയോഗിക്കാന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. സോ അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റിയും സെറ്റിൽമെന്റും ഈ ഒരു ടെസ്റ്റ് വഴി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആദ്യം നമുക്ക് അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി എങ്ങനെയാന്ന് നോക്കാം. അത് ക്ലേ സോയിൽ ആണെങ്കിൽ ഫൂട്ടിങ് കൊണ്ട് ഉള്ള അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് ദ പ്ലേറ്റ്. സോ പ്ലേറ്റ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന പ്ലേറ്റിലാണ്, ആ പ്ലേറ്റിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കുന്ന അൾട്ടിമേറ്റ് ലോഡ് എത്രയാണോ അത്രയും തന്നെയായിരിക്കും നമ്മൾ ഫൂട്ടിങ്ങിൽ, നമ്മൾ ആക്ച്വൽ ഫൂട്ടിങ് വരുന്ന കേസിലും അതിന്റെ അൾട്ടിമേറ്റ് ലോഡ് എന്ന് പറയുന്നത്. വെറാസ് ഫോർ സാൻഡി സോയിൽ ആകുമ്പോൾ ഇത് രണ്ടും സെയിം അല്ല. അൾട്ടിമേറ്റ് ലോഡ് ഫോർ അല്ലെങ്കിൽ അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി ഫോർ ദ ഫൂട്ടിങ് ഇസ് ഈക്വൽ ടു അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി ഓഫ് ദ പ്ലേറ്റ് ഇൻറ്റു BF/BP. ഈ ഇക്വേഷൻ വെറുതെ ഓർത്തിരുന്നാലും മതി. സോ അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി ക്ലേ സോയിൽ ആണെങ്കിൽ ഈക്വൽ ആയിരിക്കും, സാൻഡി സോയിൽ ആണെങ്കിൽ നമ്മൾ BF/BP എന്നൊരു റേഷ്യോനെ ഈ അൾട്ടിമേറ്റ് ലോഡ് ഓഫ് പ്ലേറ്റ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോഴാണ് ഫൂട്ടിങ്ങിന്റെ ബെയറിംഗ് കപ്പാസിറ്റി നിങ്ങൾക്ക് കിട്ടുക. സോ നമ്മൾ എപ്പോഴും പറഞ്ഞിരുന്നു അല്ലെ, സോയിലിന്റെ ഫെയിലിയർ രണ്ട് രീതിയിലാണ്, ഒന്ന് സെറ്റിൽമെന്റ് ആണ്, ഒന്ന് ഷിയർ ആണ്. സോ ഷിയറിനെ കുറിച്ച് പറയുന്ന ഭാഗമാണ് അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇനി സെറ്റിൽമെന്റിലോട്ട് പോകുമ്പോൾ സെറ്റിൽമെന്റ് നമ്മൾ മെഷർ ചെയ്യുന്നുണ്ട്. ഈ 25 mm വരെ സെറ്റിൽമെന്റ് വരെ നമ്മൾ റീഡിങ് എടുക്കുമെന്ന് പറയും. അല്ലെങ്കിൽ ഈ ലോഡ് അപ്ലൈ ചെയ്യുന്ന ഇന്റർവെൽസിൽ ഓരോ ഇന്റർവെൽസിൽ നമ്മൾ ഡയൽ ഗേജ് വെച്ച് സെറ്റിൽമെന്റ് കണ്ടുപിടിക്കുന്നുണ്ടെന്ന് അറിയും. അങ്ങനെ പെർട്ടിക്കുലർ സെറ്റിൽമെന്റിന് അല്ലെങ്കിൽ പെർട്ടിക്കുലർ ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെറ്റിൽമെന്റ് നമുക്ക് ഈ ഒരു ടെസ്റ്റ് വഴി കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് ആക്ച്വലി പ്ലേറ്റിന്റെ സെറ്റിൽമെന്റ് ആണ് ടെസ്റ്റ് ചെയ്ത് കിട്ടുന്നത് അല്ലെ. നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുന്നു, ലോഡ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ പ്ലേറ്റ് എത്രത്തോളം സെറ്റിൽ ചെയ്യുന്നു എന്നാണ് നമുക്ക് അറിയാൻ പറ്റുന്നത് അല്ലെ. നമുക്ക് വേണ്ടത് എന്താ, ആക്ച്വലി ഫൗണ്ടേഷൻ ഈ ഒരു ലോഡിൽ എത്രത്തോളം സെറ്റിൽ ആവുന്നതാണ്. മനസ്സിലാകുന്നുണ്ടോ? സോ സെറ്റിൽമെന്റ് നമുക്ക് ഇവിടെ കിട്ടുന്നത് ഈ പ്ലേറ്റിൽ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ പ്ലേറ്റ് സെറ്റിൽ ചെയ്യുന്നതാണ് അല്ലെ. ആ സെറ്റിൽമെന്റ് ആണ് നമ്മൾ ഡയൽ ഗേജ് വഴി മെഷർ ചെയ്യുന്നത്. ഓക്കെ, ഇനി ആക്ച്വൽ ഫൗണ്ടേഷൻ വരുമ്പോൾ എത്ര സെറ്റിൽമെന്റ് ആണെന്ന് ഈ പ്ലേറ്റ് വഴി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന രണ്ട് ഇക്വേഷൻ. അത് ഇത് പറഞ്ഞതുപോലെ ക്ലേ സോയിലും സാൻഡി സോയിലിലും ഉണ്ട്. ക്ലേ സോയിലിൽ സെറ്റിൽമെന്റ് ഓഫ് ഫൂട്ടിങ് ഈസ് ഈക്വൽ ടു സെറ്റിൽമെന്റ് ഓഫ് പ്ലേറ്റ്, നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന കിട്ടുന്ന സെറ്റിൽമെന്റ് ഓഫ് പ്ലേറ്റ് ഇൻറ്റു വിഡ്ത്ത് ഓഫ് ദ ഫൂട്ടിങ് ഡിവൈഡഡ് ബൈ വിഡ്ത്ത് ഓഫ് ദ പ്ലേറ്റ്. ആ ഒരു റേഷ്യോയിൽ BF/BP എന്നുള്ള റേഷ്യോയിലാണ് നമ്മുടെ സെറ്റിൽമെന്റ് ഓഫ് പ്ലേറ്റിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിൽമെന്റ് ഓഫ് ഫൂട്ടിങ് കിട്ടും. വെറാസ് ഫോർ സാൻഡി സോയിൽസ് ഇറ്റ് ഈസ് ഈക്വൽ ടു SP ഇൻറ്റു
BF into PP plus 0.3 divided by BP into BF plus 0.3 all square. ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കുന്ന പ്ലേറ്റിന്റെ സെറ്റിൽമെന്റിൽ നിന്ന് നമ്മുടെ ഫൗണ്ടേഷന്റെ സെറ്റിൽമെന്റ് കണ്ടുപിടിക്കാൻ പറ്റും. ആക്ച്വലി ഇതൊരു സ്കെയിൽ ചേഞ്ച് ആണ് അല്ലെ. ചെറിയൊരു പ്ലേറ്റ് ഉപയോഗിച്ചിട്ട് നാളെ ഫൂട്ടിങ് വന്നു കഴിഞ്ഞാൽ ആ ഫൂട്ടിങ്ങിൽ എത്ര സെറ്റിൽമെന്റ് ഉണ്ടാവാം, ആ ഫൂട്ടിങ് കൊണ്ട് എത്ര ബിയറിംഗ് കപ്പാസിറ്റി ഉണ്ടാവാന്ന് കണ്ടുപിടിക്കുന്ന ഒരു സ്കെയിലിംഗ് പരിപാടിയാണ് ഈ പ്ലേറ്റ് ലോഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഫൂട്ടിങ്ങിന് പകരം നമ്മൾ ഒരു പ്ലേറ്റ് വെച്ചിട്ട് ഭാവിയിലേക്കുള്ള കാര്യങ്ങൾ ആക്ച്വലി സോയിലിൽ കൊടുക്കുന്നു. അതിന്റെ റെസ്പോൺസ് വെച്ചിട്ട് ഭാവിയിലുള്ള വാല്യൂസ് ആന്റിസിപ്പേറ്റ് ചെയ്യുന്നു. അതാണ് നമ്മൾ ആക്ച്വലി പ്ലേറ്റ് ലോഡ് ടെസ്റ്റ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് പാർട്ട് ഈസ് അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി ആണ്. സോ നമ്മൾ ഈ ഗ്രാഫ് വരച്ച് കഴിയുമ്പോൾ നമുക്ക് പ്ലേറ്റിന് കൊടുക്കാൻ പറ്റുന്ന അൾട്ടിമേറ്റ് ലോഡ് കിട്ടും. ആ അൾട്ടിമേറ്റ് ലോഡിൽ നിന്ന് നമ്മൾ ഫൂട്ടിങ്ങിന് എത്ര ലോഡ് കൊടുക്കാൻ പറ്റുമെന്ന് കണ്ടുപിടിക്കുന്നു. അതാണ് അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അതുപോലെ ഈ പ്ലേറ്റിന് ഓരോ ലോഡിനുമുള്ള സെറ്റിൽമെന്റ് നമുക്ക് കിട്ടും. ഓക്കെ, പ്ലേറ്റിന് ഓരോ ലോഡിനുമുള്ള സെറ്റിൽമെന്റ് നമുക്ക് കിട്ടും. ആ സെറ്റിൽമെന്റിന് ഫൂട്ടിംഗ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിക്കും. സോ പ്ലേറ്റ് ഇത്ര ലോഡിന് ഇത്ര സെറ്റിൽ ആവുമെങ്കിൽ സെയിം ലോഡിന് ഫൂട്ടിങ് എത്ര സെറ്റിൽ ആവുമെന്ന് നമുക്ക് ഇത് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. ഇതാണ് പ്ലേറ്റ് ലോഡ് ടെസ്റ്റിന്റെ മേജർ 2 ആപ്ലിക്കേഷൻസ്. ഓക്കെ, ഇനിയും 2-3 ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു ബിയറിംഗ് കപ്പാസിറ്റി കണ്ടുപിടിക്കുക. രണ്ടാമത്തത് നമുക്കറിയാവുന്ന ലോഡ് ഇന്റൻസിറ്റിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെറ്റിൽമെന്റ് കണ്ടുപിടിക്കുക. മൂന്നാമത്തത് ഈ ഒരു സെറ്റിൽമെന്റ് അറിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു ലോഡ് അറിഞ്ഞാൽ നമുക്ക് ഫൗണ്ടേഷൻ ഡിസൈൻ ചെയ്യാൻ പറ്റും. ഇതൊരു ട്രയൽ ആൻഡ് എറർ പ്രോസസ്സാണ്. സോ നമുക്ക് വേണ്ട ലോഡ് എത്രയാണോ ആ ലോഡിനനുസരിച്ച് ഫൗണ്ടേഷൻ പ്രൊപ്പോർഷൻ ചെയ്യാൻ നമുക്ക് ഈ പ്ലേറ്റ് ലോഡ് ടെസ്റ്റ് ചെയ്ത് കിട്ടുന്ന വാല്യൂസ് ഉപയോഗിക്കാം. അതിനെക്കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയേണ്ട കാര്യമില്ല. നമ്മൾ ഷാലോ ഫൗണ്ടേഷന്റെ ഡിസൈനിങ്ങും പ്രൊപ്പോർഷനിങ്ങും കുറച്ച് ബ്രീഫായിട്ട് നമ്മൾ 4th മൊഡ്യൂളിൽ കാണുന്നുണ്ട്. ഫോർ നൗ ജസ്റ്റ് റിമെമ്പർ ദാറ്റ് we can find or design or proportion shallow foundation by using the values that we are getting from the plate load test. Okay, ഇനി നാലാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ടു ഡിറ്റർമൈൻ ദ ഇൻഫ്ലുവൻസ് ഫാക്ടർ I. ഇൻഫ്ലുവൻസ് ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ സിലബസിൽ പഠിക്കാനില്ലാത്ത ഒരു ഇക്വേഷനിൽ നിന്ന് വരുന്നതാണ്. നമ്മളൊരു കോസീവ് സോയിലിൽ, അതായത് ക്ലേ പോലെയുള്ള സോയിലിൽ ഒരു ലോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഇമീഡിയറ്റ് ആയിട്ട് സെറ്റിൽമെന്റ് നടക്കും, ലോങ് ടേം ആയിട്ടും സെറ്റിൽമെന്റ് നടക്കും. അതായത് ലോഡ് അപ്ലൈ ചെയ്യുന്നവിടെ പെട്ടെന്ന് സെറ്റിൽമെന്റ് ഉണ്ടാവും, അതുപോലെ കുറെ നാളത്തേക്ക് നീണ്ടു നിൽക്കുന്ന സെറ്റിൽമെന്റ് ഉണ്ടാവും. ഇങ്ങനെ ഇമീഡിയറ്റ് സെറ്റിൽമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷനിലുള്ള ഒരു വാല്യൂ ആണ് ഇൻഫ്ലുവൻസ് ഫാക്ടർ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് സിലബസിൽ പഠിക്കാനില്ല. സോ ആ ഇൻഫ്ലുവൻസ് ഫാക്ടർ കണ്ടുപിടിക്കാനും നമുക്ക് പ്ലേറ്റ് ലോഡ് ടെസ്റ്റിന്റെ റിസൾട്ട്സ് ഉപയോഗിക്കാൻ പറ്റും. സോ ഇതാണ് 4 മേജർ ആപ്ലിക്കേഷൻസ് ഓഫ് പ്ലേറ്റ് ലോഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഒന്ന് ബിയറിംഗ് കപ്പാസിറ്റി കണ്ടുപിടിക്കാം, 2 സെറ്റിൽമെന്റ് കണ്ടുപിടിക്കാം, മൂന്നാമത്തെ നമുക്കൊരു ഷാലോ ഫൗണ്ടേഷൻ ഡിസൈൻ ചെയ്യാൻ പറ്റും, നാലാമത്തത് ഇൻഫ്ലുവൻസ് ഫാക്ടർ കണ്ടുപിടിക്കാൻ പറ്റും. ഇൻഫ്ലുവൻസ് ഫാക്ടർ എന്തിനാ ഉപയോഗിക്കാം? ഇമ്മീഡിയറ്റ് സെറ്റിൽമെന്റ് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷനിലുള്ള വാല്യൂ ആണ് ഇൻഫ്ലുവൻസ് ഫാക്ടർ എന്ന് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് പ്ലേറ്റ് ലോഡ് ടെസ്റ്റിന്റെ ആപ്ലിക്കേഷൻ. പക്ഷേ ഇതിന് ലിമിറ്റേഷൻസും ഉണ്ട്. ആ ലിമിറ്റേഷൻസ് ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലിമിറ്റേഷൻസ് ഓഫ് പ്ലേറ്റ് ലോഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ പ്ലേറ്റ് ലോഡ് ടെസ്റ്റ് നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സ്കെയിൽ ഡൗൺ ചെയ്തിട്ടാണ് നമ്മൾ ഈ ടെസ്റ്റ് നടത്തുന്നത് അല്ലെ. ആക്ച്വൽ കേസിനെ സ്കെയിൽ ഡൗൺ ചെയ്തിട്ട് ചെറിയൊരു പ്ലേറ്റിൽ ലോഡ് അപ്ലൈ ചെയ്തിട്ട് എന്തായിരിക്കും സംഭവിക്കാന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നു. സോ അങ്ങനെ ചെയ്യുമ്പോൾ എന്തൊക്കെ മിസ്റ്റേക്സ് ആയിരിക്കും വരാൻ സാധ്യത എന്നതാണ് ലിമിറ്റേഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ലിമിറ്റേഷൻ ഓഫ് പ്ലേറ്റ് ലോഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മൾ ഈ ആക്ച്വൽ ഫൂട്ടിങ്ങിന് പകരം നമ്മൾ ഈ പ്ലേറ്റ് ഉപയോഗിച്ചിട്ട് അതിൽ ലോഡ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ വരാം, എന്തൊക്കെ ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യും, അതാണ് ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ ലിമിറ്റേഷൻ ഈസ് നോൺ ആസ് സൈസ് എഫക്ട്. ഓക്കെ, സൈസ് എഫക്റ്റ് ആണ് ഒന്നാമത്തെ ലിമിറ്റേഷൻ. എന്താണ് സൈസ് എഫക്ട്സ് നോക്കാം. നമ്മൾ ഫസ്റ്റ് ഈ ബിയറിംഗ് കപ്പാസിറ്റി തുടങ്ങിയ സമയത്ത് പ്രഷർ ബൾബിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തിട്ട്, പ്രഷർ ബൾബ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ലോഡ് സോയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ സോയിൽ പ്രഷർ ആക്ട് ചെയ്യുന്നത്, ആ ലോഡ് കൊണ്ടുള്ള എഫക്റ്റ് ഉണ്ടാവുന്ന ഒരു ഏരിയ, അതിനെയാണ് പ്രഷർ ബൾബ് എന്ന് വിളിക്കുക. മനസ്സിലായി? നമ്മൾ ലോഡ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഒരു പെർട്ടിക്കുലർ ഏരിയയിലായിരിക്കും ആ പ്രഷർ അല്ലെങ്കിൽ ആ ലോഡിന്റെ എഫക്റ്റ് ഉണ്ടാവും. ആ ഒരു ഏരിയയ്ക്ക് പറയുന്ന പേരാണ് പ്രഷർ ബൾബ്. ഓക്കെ, ഇനി ഈ പ്രഷർ ബൾബിന്റെ സൈസ് എന്ന് പറയുന്നത് ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ലോഡഡ് ഏരിയ. ഓക്കെ, സോയിലിന്റെ മുകളിൽ ഇപ്പോൾ ഒരു പ്ലേറ്റ് വെച്ചാൽ ആ പ്ലേറ്റ് വെച്ചിട്ട് അപ്ലൈ ചെയ്യുന്ന ലോഡ് ആയിരിക്കില്ല കുറച്ചുകൂടെ വലിയ പ്ലേറ്റ് വെച്ചാൽ അപ്ലൈ ചെയ്യുന്ന ലോഡ്.
So based on the size of the loaded area, okay, based on the size of the loaded area means loaded area ന്റെ വലുപ്പം അനുസരിച്ച് ഈ പ്രഷർ ബൾബിന്റെ സൈസിലും ചേഞ്ച് വരും. ഫോർ എക്സാമ്പിൾ നമ്മുടെ ടെസ്റ്റിൽ നമ്മൾ പ്ലേറ്റ് ആണ് ഉപയോഗിക്കുന്നത് അല്ലേ. സോ പ്ലേറ്റ് ഉപയോഗിച്ചാൽ ആ പ്ലേറ്റിൽ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ ചുറ്റുമുള്ള സോയിലിൽ ഉണ്ടാവുന്ന എഫക്റ്റ് ഈ ഒരു ചെറിയ വട്ടത്തിലായിരിക്കും. പക്ഷെ ആക്ച്വലി അവിടെ ഫൂട്ടിംഗ് ആണ് വന്നിരുന്നെങ്കിൽ ആ ഫൂട്ടിങ്ങിന്റെ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഇത്രയും വലിയൊരു പ്രഷർ ബൾബ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മനസ്സിലായോ? സോ നമ്മൾ ചെറിയൊരു പ്ലേറ്റ് ആണ് ഉപയോഗിക്കുന്നത്, അപ്പൊ അതിന്റെ ലോഡഡ് ഏരിയ കുറവാണ്. ആ ലോഡഡ് ഏരിയ കുറയുമ്പോൾ പ്രഷർ ബൾബ് അതിനനുസരിച്ച് കുറയും. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ചെറിയൊരു പ്രഷർ ബൾബിൽ ആയിരിക്കും നമ്മൾ ഈ പ്ലേറ്റ് ലോഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ സോയിലിൽ എഫക്റ്റ് ഉണ്ടാവുക. പക്ഷെ ആക്ച്വൽ കേസ് വരുമ്പോൾ വലിയ ഫൂട്ടിംഗ് ആണ്. വലിയ ഫൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ വലിയ ലോഡഡ് ഏരിയ ആണ്. അപ്പൊ കുറച്ചുകൂടെ വലിയൊരു ലോഡഡ് ഏരിയയിലാണ് അതിന്റെ എഫക്റ്റ് ഉണ്ടാവുക. സോ പ്രഷർ ബൾബ് വലുതാണ് എന്ന് ചുരുക്കം. So size of pressure bulb depends on the loaded area. So the actual pressure bulb will be deeper than the pressure bulb for the plate, as the plate size is much smaller than the footing size. മനസ്സിലായല്ലോ? So footing actually വളരെ വലുതാണ്. ആ വലിയ ഫൂട്ടിംഗ് ആയതുകൊണ്ട് പ്രഷർ ബൾബ് കുറച്ചുകൂടെ വലുതായിരിക്കും. പക്ഷെ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ കമ്പാരിറ്റീവ്ലി ലോവർ പ്രഷർ ബൾബാണ് തരിക. അപ്പൊ ആക്ച്വലുമായിട്ട് അത്യാവശ്യം നല്ല വ്യത്യാസമുണ്ട്. ഈ ലോഡ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അതുകൊണ്ട് സ്ട്രെസ്ഡ് ആവുന്ന സോയിൽ ഏരിയയ്ക്ക് അത്യാവശ്യം വ്യത്യാസമുണ്ടെന്ന് ചുരുക്കം. ദാറ്റ് ഈസ് സൈസ് എഫക്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് സ്കെയിൽ എഫക്ട്. ഓക്കെ, സ്കെയിൽ എഫക്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ കോഹഷൻലെസ് സോയിൽ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി വേരീസ് വിത്ത് സൈസ് ഓഫ് പ്ലേറ്റ്സ്. സോ കോഹഷൻലെസ് സോയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാൻഡി സോയിൽ. ഒക്കെ സാൻഡി സോയിലിൽ ലോഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന പ്ലേറ്റ് ഇല്ലേ, ആ പ്ലേറ്റിന്റെ വലിപ്പത്തിന് അനുസരിച്ച് അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റിക്കും വ്യത്യാസം വരും. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു 0.3 മീറ്റർ ഇൻറ്റു 0.3 മീറ്റർ പ്ലേറ്റ് നമ്മൾ ചിലപ്പോൾ ഉപയോഗിക്കാറുണ്ട്. 0.6 മീറ്റർ ഇൻറ്റു 0.6 മീറ്റർ പ്ലേറ്റ് ഉപയോഗിക്കാറുണ്ട്. അതിനേക്കാളും വലുതാണ് ഓഫ് കോഴ്സ് ഫൂട്ടിംഗ് അല്ലെ. സോ കോഹഷൻലെസ് സോയിൽ എടുത്ത് കഴിയുമ്പോൾ as the size of the plate increases, bearing capacity also increases. അതിന് കാരണം എന്താ? കൂടുതൽ ഏരിയയിൽ ലോഡ് ഡിസ്പേഴ്സ് ആയി പോകുന്നുണ്ട്. ഓക്കെ, കൂടുതൽ ഏരിയയിൽ ലോഡ് ഡിസ്പേഴ്സ് ആയി പോകുമ്പോൾ ഓഫ് കോഴ്സ് ബിയറിംഗ് കപ്പാസിറ്റി വിൽ ഇൻക്രീസ്. സോ ലാർജർ ദ സൈസ് ഓഫ് പ്ലേറ്റ്, ലാർജർ വിൽ ബി ദ ബിയറിംഗ് കപ്പാസിറ്റി. അപ്പൊ ഞാൻ 0.3 മീറ്റർ പ്ലേറ്റ് ഉപയോഗിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ബിയറിംഗ് കപ്പാസിറ്റി ആയിരിക്കില്ല 0.6 മീറ്റർ ഉപയോഗിക്കുമ്പോൾ. മനസ്സിലാവുന്നുണ്ടോ? സോ ആക്ച്വൽ ഫൂട്ടിങ് അതിലും വ്യത്യസ്തമായിരിക്കും. അപ്പൊ നമുക്ക് ഈ സൈസ് അനുസരിച്ച് ബിയറിംഗ് കപ്പാസിറ്റി മാറുന്നത് കൊണ്ട് ഒരു ആക്ച്വൽ വാല്യൂ ഇതിൽ നിന്ന് കിട്ടുന്നില്ല. അപ്പൊ യൂഷ്വലി നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ ഒരു സ്കെയിൽ എഫക്ട് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ പല സൈസിലുള്ള, ഇപ്പൊ 0.3 മീറ്റർ ഉപയോഗിക്കാം, 0.6 മീറ്റർ ഉപയോഗിക്കുന്നു. സോ മാക്സിമം 0.6 മീറ്റർ വരെ പോകാൻ പറ്റുക. സോ 0.3 മീറ്റർ, 0.6 മീറ്റർ ഇങ്ങനെ ഡിഫറെന്റ് സൈസിലുള്ള പ്ലേറ്റ് ഉപയോഗിച്ച് നമ്മൾ ഈ ടെസ്റ്റ് നടത്തുന്നു. മനസ്സിലായോ? 0.3 മീറ്റർ, 0.6 മീറ്റർ ഇങ്ങനെ ഡിഫറെന്റ് സൈസിലുള്ള പ്ലേറ്റ് വെച്ച് ഈ ടെസ്റ്റ് നടത്തുന്നു. ഓക്കെ, ഈ ടെസ്റ്റ് നടത്തുമ്പോൾ ഓരോ ടെസ്റ്റിൽ നിന്നും ഒരു അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി നമുക്ക് കിട്ടുമല്ലോ അല്ലെ. 0.3 ഉപയോഗിക്കുമ്പോൾ കിട്ടും, 0.6 കിട്ടും. ഈ ഒരു വാല്യൂസിന്റെ റേഞ്ച് വെച്ചിട്ട് 0.3 ആണെങ്കിൽ ഇത്ര, 0.6 ആണെങ്കിൽ ഇത്ര, അങ്ങനെയാണെങ്കിൽ ഫൂട്ടിംഗ് വരുമ്പോൾ ഏകദേശം ഇത്ര വാല്യൂ ആയിരിക്കും എന്ന് നമ്മൾ എക്സ്ട്രാപൊളേറ്റ് ചെയ്തിട്ട് കണ്ടുപിടിക്കും. അങ്ങനെ നമുക്ക് ഈ സ്കെയിൽ എഫക്റ്റിനെ ഓവർകം ചെയ്യാൻ പറ്റും. ഇതിനാണ് സ്കെയിൽ എഫക്ട് എന്ന് പറയുന്നത്. സോ സൈസ് എഫക്ട് വാസ് ബേസ്ഡ് ഓൺ പ്രഷർ ബൾബ്. സ്കെയിൽ എഫക്ട് എന്ന് പറഞ്ഞാൽ സൈസ് കൂടുന്നതിനനുസരിച്ച് ബിയറിംഗ് കപ്പാസിറ്റി കൂടും. സോ പ്ലേറ്റ് സൈസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ബിയറിംഗ് കപ്പാസിറ്റി കൂടും. അപ്പൊ നമുക്ക് കിട്ടാൻ വേണ്ടി 2 or 3 ടെസ്റ്റുകൾ നടത്തിയിട്ട് അതിൻ്റെ അകത്തുനിന്ന് എക്സ്ട്രാപൊളേറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ബിയറിംഗ് കപ്പാസിറ്റിന്റെ വാല്യൂ എടുക്കുക. അതാണ് സ്കെയിൽ എഫക്ട് എന്ന് പറയുന്നത്. അടുത്ത ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ടൈം എഫക്റ്റ് ആണ്. ഓക്കെ, ടൈം എഫക്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഡ്യൂറേഷൻ അല്ലെ. നമ്മളൊരു സോയിലിൽ ഈ പറയുന്ന പോലെ ഒരു പ്ലേറ്റ് വെക്കുന്നു. ആ പ്ലേറ്റ് വെച്ചിട്ട് ലോഡ് അപ്ലൈ ചെയ്യുന്നു. ഈ പ്ലേറ്റ് വെച്ച് ലോഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതൊരു ക്ലേ സോയിലാണ്. ഞാൻ ജസ്റ്റ് മുന്നേ പറഞ്ഞിരുന്നല്ലോ അതിനൊരു ഇമീഡിയറ്റ് സെറ്റിൽമെന്റും ലോങ് ടേം സെറ്റിൽമെന്റും ഒക്കെ ഉണ്ടാകുന്നു. സോ ക്ലേ സോയിൽ ഒരു പ്ലേറ്റ് വെച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം പ്ലേറ്റ് ലോഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ വെരി ഷോർട്ട് ഡ്യൂറേഷൻ ആണ്. ചിലപ്പോൾ ചില മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ഒരു ടെസ്റ്റ് മാത്രമാണ് പ്ലേറ്റ് ലോഡ് ടെസ്റ്റ്. സോ വളരെ ചെറിയ ഡ്യൂറേഷൻ ആണ് പ്ലേറ്റ് ലോഡ് ടെസ്റ്റിനുള്ളത്. വേറാസ് ഇൻ എ ക്ലേ സോയിൽ ഫൂട്ടിങ് വന്നിട്ട് അതിനുണ്ടാവുന്ന സെറ്റിൽമെന്റ്, ഓക്കെ, ഫൂട്ടിങ് വന്നിട്ട് അതിനുണ്ടാവുന്ന സെറ്റിൽമെന്റ് ടൈം ടേക്കിംഗ് പ്രോസസ് ആണ്. വളരെയധികം സമയം എടുത്തിട്ടാണ് സെറ്റിൽമെന്റ് നടക്കുക. വേറാസ് ഫോർ അവർ പ്ലേറ്റ് ലോഡ് ടെസ്റ്റ് ഇറ്റ് ഈസ് ഓഫ് ഷോർട്ട് ഡ്യൂറേഷൻ.
സോ ഷോർട്ട് ഡ്യൂറേഷനിൽ ചെറിയ രീതിയിൽ സെറ്റിൽമെന്റ് പെട്ടെന്ന് തീരുന്ന പോലെ, പക്ഷെ ആക്ച്വൽ കേസിൽ അത് ലോങ് ഡ്യൂറേഷനിലാണ് നടക്കുന്നത്. അപ്പം രണ്ട് ടൈം ഡ്യൂറേഷൻ വ്യത്യാസം ഉണ്ടല്ലോ. രണ്ട് ടൈം ഡ്യൂറേഷൻ വ്യത്യാസം ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ റിസൾട്ടിനെ അത് ബാധിക്കും. നമ്മൾ ലോഡ് വേഴ്സസ് സെറ്റിൽമെന്റ് കർവ് വരയ്ക്കുന്നുണ്ട് അല്ലെ. ടൈം ഇന്റർവെല്ലിൽ ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെറ്റിൽമെന്റ് വരയ്ക്കുന്നത്. സോ ആ നമ്മൾ വരയ്ക്കുന്ന കർവിന് അത്യാവശ്യം എറർ ഉണ്ടാവും എന്ന് അർത്ഥം. ഓക്കെ, അതാണ് ടൈം എഫക്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്ലേറ്റ് ലോഡ് ടെസ്റ്റ് is a smaller duration test, whereas actual settlement takes longer time. ഇതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. സോ ആക്ച്വൽ സെറ്റിൽമെന്റിൽ കൂടുതൽ സമയം എടുക്കും, പക്ഷെ നമ്മൾ പ്ലേറ്റ് ലോഡ് ടെസ്റ്റ് ചെയ്യുന്ന ഒരു സ്മോളർ ഡ്യൂറേഷൻ വേണ്ടിയാണ് കമ്പാരിറ്റീവ്ലി. അതുകൊണ്ട് എന്താ സംഭവിക്കുക? ലോഡ് ഡിസ്പ്ലേസ്മെന്റ് കർവ് മേ നോട്ട് എക്സാക്ട്ലി റിപ്രസെന്റ് ദ ആക്ച്വൽ കേസ്. സോ ആക്ച്വൽ ആയിട്ട് സൈറ്റിൽ അല്ലെങ്കിൽ ഫൂട്ടിങ് വന്നതിന് ശേഷം ഉണ്ടാവുന്ന ലോഡ് സെറ്റിൽമെന്റ് കർവിന്റെ കറക്റ്റ് റെപ്രസെന്റേഷൻ ആയിരിക്കില്ല നമ്മൾ ഈ ഷോർട്ട് ഡ്യൂറേഷനിലുള്ള പ്ലേറ്റ് ലോഡ് ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാവുന്നത്. അതാണ് ടൈം എഫക്ട് കൊണ്ട് ഉദ്ദേശിക്കുക. നാലാമത്തെ എഫക്ട് എന്ന് പറഞ്ഞാൽ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഫെയിലിയർ ലോഡ്. നമ്മൾ പറഞ്ഞൊരു ഗ്രാഫ് വരയ്ക്കുന്നുണ്ട്. ആ ഗ്രാഫിൽ നിന്ന് വെൽ ഡിഫൈൻഡ് കർവ് കിട്ടുമ്പോഴാണ് നമുക്ക് കറക്റ്റ് QU ഒക്കെ കിട്ടുക. ഇത് പക്ഷെ ജനറൽ ഷിയർ ഫെയിലിയറിന്റെ കേസിൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യം. നമ്മൾ ജനറൽ ഷിയർ ഫെയിലിയർ, പഞ്ചിങ് ഷിയർ ഫെയിലിയർ, ലോക്കൽ ഷിയർ ഫെയിലിയർ എന്നൊക്കെ പറഞ്ഞുള്ളൂ. അതിൽ ജനറൽ ഷിയർ ഫെയിലിയറിൽ മാത്രമേ ഇങ്ങനെ ഒരു കറക്റ്റ് കർവ് കിട്ടി നമുക്ക് QU എന്ന് പറയുന്ന സാധനം, അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി വെൽ ഡിഫൈൻഡ് ആയിട്ട് കിട്ടുള്ളൂ, ഫെയിലിയർ ലോഡ് കിട്ടത്തുള്ളൂ. ബാക്കിയുള്ള കേസിൽ ഇത് വെൽ ഡിഫൈൻഡ് ആയിരിക്കില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? മാനുവൽ ആയിട്ട് ഇന്റർപ്രിറ്റ് ചെയ്യാൻ തുടങ്ങും അല്ലെ. അങ്ങനെ മാനുവൽ ഇന്റർപ്രിട്ടേഷൻ നടത്തുമ്പോൾ ഓഫ് കോഴ്സ് തെറ്റുകൾ സംഭവിക്കാം. അതാണ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഫെയിലിയർ ലോഡ് എന്നുള്ള കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ എന്താ സംഭവിക്കുക? ഫെയിലിയർ ലോഡ് വെൽ ഡിഫൈൻഡ് ആയിട്ട് എല്ലാ കേസിലും കിട്ടില്ല. യൂഷ്വലി ജനറൽ ഷിയർ ഫെയിലിയറിന്റെ കേസിൽ മാത്രമേ ഉള്ളൂ. ബാക്കി കേസിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ വെൽ ഡിഫൈൻഡ് ആയിരിക്കില്ല ഈ ഫെയിലിയർ ലോഡ് എന്ന് പറയുന്നത്. പെട്ടെന്ന് നമുക്ക് ഫെയിലിയർ ലോഡ് ആ ഗ്രാഫിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ നമ്മൾ മാനുവൽ ആയിട്ട് ഇന്റർപ്രിറ്റ് ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെ മാനുവൽ ആയിട്ട് ഇന്റർപ്രിറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? തെറ്റുകൾ സംഭവിക്കാം. സോ ഇറ്റ് ക്യാൻ വേരി ഫ്രം ദ ആക്ച്വൽ വാല്യൂ. അതാണ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഫെയിലിയർ ലോഡ്. ഇറ്റ് ഈസ് അനദർ ലിമിറ്റേഷൻ ഓഫ് പ്ലേറ്റ് ലോഡ് ടെസ്റ്റ്. അടുത്ത ലിമിറ്റേഷൻ എന്ന് പറയുന്നത് റിയാക്ഷൻ ലോഡാണ്. നമ്മൾ പറഞ്ഞിരുന്നു, നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ഹൈഡ്രോളിക് ജാക്കിന് റിയാക്ഷൻ കൊടുക്കാൻ വേണ്ടി നമ്മളൊരു ഫ്രെയിം അല്ലെ, ഒരു റിയാക്ഷൻ ബീം അവിടെ വെച്ചിട്ടുണ്ട്. ഈ റിയാക്ഷൻ ബീമിന് എടുക്കാൻ പറ്റുന്ന ഒരു മാക്സിമം ലോഡ് ഉണ്ട് അല്ലെ. അതെന്ന് പറയുന്നത് യൂഷ്വലി 250 കിലോ ന്യൂട്ടൺ. സോ 250 കിലോ ന്യൂട്ടണിൽ റിയാക്ഷൻ കൂടുതൽ കൊടുക്കണമെങ്കിൽ, 250 കിലോ ന്യൂട്ടണിൽ കൂടുതൽ റിയാക്ഷൻ കൊടുക്കണമെങ്കിൽ ഒരു സൈറ്റിൽ പ്രാക്ടിക്കലി അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സോ മാക്സിമം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ 250 കിലോ ന്യൂട്ടണാണ്. സോ ഈ റിയാക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദ പ്ലേറ്റ് സൈസ്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, നേരത്തെ എന്താ പറഞ്ഞത്? പ്ലേറ്റ് സൈസ് കൂടുന്നതിനനുസരിച്ച് ബെയറിംഗ് കപ്പാസിറ്റി കൂടും. സോ ഫൂട്ടിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന പ്ലേറ്റിനേക്കാൾ എത്രയോ വലുപ്പമുള്ള സാധനമാണ് അല്ലെ. ഫൂട്ടിംഗ് എന്ന് പറയുന്ന നമ്മുടെ പ്ലേറ്റിനേക്കാൾ ഒരുപാട് വലുപ്പമുള്ള, ആക്ച്വലി പ്ലേറ്റിനേക്കാളും നല്ല മടങ്ങ് വലുപ്പമുള്ള ഒരു ബേസ് ആണ് ഫൂട്ടിങ്ങിനുള്ളത്. അപ്പൊ അതിന്റെ ലോഡഡ് ഏരിയ ഓഫ് കോഴ്സ് കൂടുതലാണ്. സോ ലോഡ് കൂടുന്നതിനനുസരിച്ച് ബെയറിംഗ് കപ്പാസിറ്റി കൂടും അല്ലെ. സോ അത് റിയാക്ഷൻ ലോഡാണ് കൊടുക്കുന്നത്. നമുക്ക് മാക്സിമം പ്ലേറ്റിൽ കൊടുക്കാൻ പറ്റുന്ന റിയാക്ഷൻ ലോഡ് എന്ന് പറഞ്ഞാൽ 250 കിലോ ന്യൂട്ടൺ ആണ്. സോ ആ 250 കിലോ ന്യൂട്ടൺ വരെ വെച്ചുള്ള വാല്യൂസ് നമുക്ക് ഈ പ്ലേറ്റ് ലോഡ് ടെസ്റ്റ് വഴി കിട്ടത്തുള്ളൂ. ദാറ്റ് ഈസ് അനദർ ലിമിറ്റേഷൻ. വെറാസ് ദ ആക്ച്വൽ റിയാക്ഷൻ മേ ബി മോർ ദാൻ ദാറ്റ്. സോ യൂഷ്വലി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഈ 250 കിലോ ന്യൂട്ടൺ വരെ ഉപയോഗിക്കാൻ പറ്റുന്ന സൈസ് എന്ന് പറഞ്ഞാൽ 0.6 മീറ്റർ ആണ്. അതാണ് നമ്മൾ നേരത്തെ പ്ലേറ്റിന്റെ പറഞ്ഞത്. 0.3 മീറ്റർ ഇൻറ്റു 0.3 മീറ്റർ അല്ലെങ്കിൽ 0.6 മീറ്റർ ഇൻറ്റു 0.6 മീറ്റർ ആണ് നമ്മൾ യൂഷ്വലി ഉപയോഗിക്കുക. സോ ഹെൻസ് പ്ലേറ്റ് larger than 0.6 meter cannot be used for the test. That is the limitation regarding reaction load. അടുത്ത നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ഒരു പാർട്ടാണ് വാട്ടർ ടേബിൾ എന്ന് പറഞ്ഞാൽ. സോ നമ്മളിപ്പോൾ ഈ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് സോയിൽ പിറ്റൊക്കെ എടുത്ത സമയത്ത് ഫ്ലോട്ടിംഗ് ലെവലിന്റെ മുകളിലാണ് വാട്ടർ ടേബിൾ എങ്കിൽ ഈ ടെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യം അല്ലേ. ഫ്ലോട്ടിംഗ് ആലോചിച്ച് നോക്കി, നമ്മൾ ഈ പിറ്റിന്റെ നടുക്ക് നമ്മളൊരു സെൻട്രൽ ഹോളൊക്കെ കുഴിക്കണം. ആ സമയത്ത് വാട്ടർ ടേബിൾ എന്ന് പറയുന്നത് ഈ ഫ്ലോട്ടിംഗ് ഡെപ്തിനേക്കാൾ മുകളിലാണെങ്കിൽ എന്ത് സംഭവിക്കും? ഒരുപാട് പ്രശ്നം ഉണ്ടാവും. അപ്പൊ നമ്മൾ യൂഷ്വലി എന്ത് ചെയ്യണം? ഈ വാട്ടർ പമ്പ് ഔട്ട് ചെയ്തിട്ട് വേണം ടെസ്റ്റ് നടത്താൻ പോകുന്നത്. അതുപോലെ ഈ വാട്ടർ ടേബിളിന്റെ എഫക്ട് ബിയറിംഗ് കപ്പാസിറ്റിന്റെ വാല്യൂസിനെയും വല്ലാതെ ബാധിക്കും. അതാണ് ലിമിറ്റേഷൻ ഡ്യൂ ടു വാട്ടർ ടേബിൾ എന്ന് പറയുന്നത്. സോ ഇഫ് വാട്ടർ ടേബിൾ ഈസ് above the footing level, it has to be lowered by pumping before placing the plate. നമ്മൾ പ്ലേറ്റ് വെക്കുന്നതിന് മുമ്പ് പമ്പ് ഉപയോഗിച്ച് ഈ വെള്ളം പുറത്തോട്ട് അടിച്ചു കഴിഞ്ഞ്
വാട്ടർ ലെവൽ അല്ലെങ്കിൽ വാട്ടർ ടേബിളിന്റെ ലെവൽ കുറച്ച് കഴിഞ്ഞാൽ മാത്രമേ ഈ ടെസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ വാട്ടർ ടേബിൾ എഫക്ട് ഈസ് അനദർ limitation of plate load test. By this, we come to an end of the module 3, where we have already discussed about soil exploration and then bearing capacity. So, നമ്മൾ 3 മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്തു. ലാസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫൗണ്ടേഷൻസിനെ കുറിച്ചാണ് അല്ലെ. അൾട്ടിമേറ്റ്ലി ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗിന്റെ എയിം എന്ന് പറയുന്നത് ഈ സൂപ്പർ സ്ട്രക്ചറിൽ നിന്ന് വരുന്ന ലോഡ് മുഴുവൻ സോയിലോട്ട് സേഫ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യണം. സോ ഫസ്റ്റ് 2-3 മൊഡ്യൂളിലായിട്ട് നമ്മൾ പഠിച്ചത് ആ സോയിലിന്റെ പ്രോപ്പർട്ടീസ്, ഈ സോയിലിൽ എത്ര താങ്ങാൻ പറ്റും, അത് എങ്ങനെ ടെസ്റ്റ് വഴി കണ്ടുപിടിക്കാൻ പറ്റും എന്നൊക്കെയാണ്. ഇനി നമ്മൾ ഈ ഒരു വാല്യൂസ് ഇത്രയും വെച്ച അറിവ് വെച്ച് ഏതൊക്കെ ടൈപ്പ് ഫൂട്ടിംഗ് ഉണ്ട്, ആ ഫൂട്ടിംഗ് എങ്ങനെയാണ് പ്രൊപ്പോർഷൻ ചെയ്യുക, എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് 4th മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുക. സോ വി വിൽ സ്റ്റാർട്ട് വിത്ത് ഫൗണ്ടേഷൻസ്, type of foundations, design of foundation, etc. in the next classes. Till then, bye. Thank you.